ദാരിദ്ര്യ മഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ. ദാരിദ്ര്യമുണ്ടാകരുത്. അത് ധനത്തിന് മാത്രമല്ല, മനസ്സമാധാനത്തിന് ദാരിദ്ര്യം ഉണ്ടായാൽ അതല്ലേ ഏറ്റവും വലിയ ദാരിദ്ര്യം. അപ്പം യാതൊരു വിധത്തിലുള്ള ദാരിദ്ര്യവും എനിക്കുണ്ടാകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദാരിദ്ര്യ മഹാദുഃഖം. ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ, ധർമ്മം നിറവേറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധനസ്ഥിതി ഉണ്ടാവണം വേണ്ടേ? അപ്പം അതുകൊണ്ട് ധനത്തിന് ദാരിദ്ര്യം ഉണ്ടാവരുത്. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ആഹാരം വേണം, ആഹാരത്തിന് ദാരിദ്ര്യം ഉണ്ടാവരുത്. മനസമാധാനത്തിന് ദാരിദ്ര്യം ഉണ്ടാകരുത്. അങ്ങനെ ദാരിദ്ര്യം എന്ന മഹാദുഃഖം എന്നിൽ നിന്ന് അകന്നു പോകണം. പിന്നെയോ നമ്മളെ നശിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് മതം. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അതെപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായോ അന്ന് തീർന്നു നമ്മുടെ ജീവിതം. ഞാനെന്നൊരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടായാൽ അതോടുകൂടി നമ്മൾ എത്ര കഴിവുള്ളവനാണെങ്കിലും നമ്മുടെ ജീവിതം പടുകുഴിയിലേക്ക്, നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ജീവിതം പടുകുഴിയിലേക്ക് വീഴും. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകരുതേ ഭഗവാനെ. അതും പ്രാർത്ഥിക്കാനേ പറ്റൂ. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് നമ്മുടെ മനസ്സ് മതിച്ചു പോകും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ. അപ്പം അതുണ്ടാകാതിരിക്കാൻ നിരന്തരം ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ദൂരത്തകലേണം മതം. പിന്നെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകാൻ വേണ്ടുന്ന ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. സുജനാനാം ചാരത്തു വസിപ്പാനുള്ള ഭാഗ്യം. പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നു, നമ്മളെപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും സംഘം ചേർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ജീവിതം എപ്പോഴും ഹാപ്പി അല്ലേ? അങ്ങനെയല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ അച്ഛനമ്മമാര്, ബന്ധുക്കള്, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ സുജനങ്ങളായിട്ടിരിക്കുക. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചല തത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തം. ശങ്കര ഭഗവത്പാദര് പറയുന്നതാണ്. സത്സംഗം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകൂ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ താല്പര്യം. അതുകൊണ്ട് നല്ല ജനങ്ങളുടെ കൂടെ വസിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് തന്നാലും ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തീർന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഞാൻ ഈ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒക്കെ ചെയ്ത എന്തെങ്കിലുമൊക്കെ ദുഷ്കർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? ഒരിക്കലും അല്ല. ഇതുപോലെ പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഗുരു കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഇല്ലാതെ പോയതുകൊണ്ട് സംഭവിച്ചതല്ലേ? നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞു തരാൻ ഒരു ഗുരു ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതാ. ഇനി നമുക്ക് അബദ്ധം പറ്റരുത്. ഇങ്ങനെ ഒരു ഗുരു നമുക്കുണ്ട്. ആ ഗുരുവിൻ്റെ പാതയിൽ നമ്മൾ സഞ്ചരിക്കണം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അത് ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ കുറച്ചധികം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ എന്തേ ചെയ്യാൻ പറ്റൂ? ഭഗവാനോട് പ്രാർത്ഥിക്കണം അല്ലേ? ചാപല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തെൻ താപങ്ങൾ ഒഴിച്ചാളണം എന്നല്ലിനി നിത്യം. പാപാപഹമാ നിൻ പദമോർക്കായി വരണം മേ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. ചാപല്യവശാൽ, അറിവില്ലായ്മ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം ക്ഷമിച്ച് എൻ്റെ താപങ്ങൾ, എൻ്റെ ദുഃഖങ്ങളെല്ലാം അകറ്റിത്തരണമേ എന്ന് മാത്രമാണോ? പാപാപഹമാം, പാപങ്ങളെല്ലാം പാടേ അകന്നു പോയ നിന്റെ പദധാരിനെ ഞാൻ നിത്യവും ഓർക്കണേ ഭഗവാനെ. എപ്പോഴും നിന്റെ ചിന്തനം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണമേ, എങ്കിലേ എനിക്ക് പാപങ്ങൾ ഇനി ചെയ്യാതിരിക്കാനുള്ള പ്രേരണ ഉണ്ടാവൂ. അപ്പം അതുകൊണ്ട് നിന്റെ പദങ്ങൾ എപ്പോഴും ഓർക്കാനായിട്ടുള്ളൊരു മനസ്സ് എനിക്കുണ്ടാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർത്ഥന ഇതൊരു അർത്ഥനാ സ്തോത്രമാണ്. ആ അർത്ഥന അവിടെ അവസാനിപ്പിച്ചിട്ട് പിന്നെയും ഭഗവാനെ പാടി പുകഴ്ത്തുകയാണ്. ധാതാവിനു മാധവനും കൂടി അമേയം വീതാവധി നിൻ വൈഭവമാരാണുര ചെയ്യുവാൻ ഏതാനും ഇവനുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. ധാതാവിനും ആ മാധവനും, ധാതാവ് ബ്രഹ്മാവ്, മാധവൻ വിഷ്ണു. അപ്പം ത്രിമൂർത്തികളായിട്ടുള്ളവർക്ക് പോലും അമേയം
അതായത് പൂർണ്ണമായിട്ട് വിവരിച്ചു തരാൻ പറ്റില്ല എന്ത്, നിന്റെ വൈഭവം, നിന്റെ മഹിമാവ്. അല്ലയോ ഈശ്വര, അങ്ങയുടെ മഹിമാവ് എന്താണെന്ന് പറഞ്ഞു തരാൻ സാക്ഷാൽ ത്രിമൂർത്തികൾക്ക് പോലും സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ പറഞ്ഞാൽ തീരാത്തത്ര മഹിമാതിരേഖമുള്ള ആളാണങ്ങ്. അപ്പം അതുകൊണ്ട് നിന്റെ ഈ അതിരില്ലാത്ത സ്നേഹം, നിന്റെ ഈ വൈഭവം ഒക്കെ ആരാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ളത്? ഞാൻ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആഗ്രഹം, എനിക്ക് വലിയ തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ ഈ ലോകത്ത് എങ്ങനെയെങ്കിലും ഈ ശരീരവും പേറി ഒന്ന് ജീവിച്ചു പോകണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആഗ്രഹങ്ങൾ, ഈ ലോകവാസം കഷ്ടപ്പാടുകൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനെ. അതുകൊണ്ട് അത് നീയൊന്ന് കേട്ടാലും അല്ലയോ ഭഗവാനെ എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിനെയൊക്കെ ഗുരു എന്തിനോടാ ഉപമിച്ചിരിക്കുന്നതെന്ന് കേട്ടോണേ. മാലുണ്ട തുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥധ്വനിയാണെൻ്റെ പുലമ്പൽ ആലംബനമാം എങ്കിലും അംബാസമമിന്നൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. മാലുണ്ടെന്ന് പറഞ്ഞാൽ വിഷമങ്ങളുണ്ട്. അതൊരു ചെറിയ വർത്തമാനം പറയാൻ പ്രായമായിട്ടില്ലാത്ത ഒരു കുഞ്ഞിന് തൻ്റെ വിഷമങ്ങൾ ഒക്കെ അമ്മയോട് പറയാനുള്ള മാർഗം എന്താ? എന്തെങ്കിലുമൊക്കെ നിരർത്ഥകമായിട്ടുള്ള ധ്വനി അല്ലേ, അമ്മ എന്നൊക്കെ ഇങ്ങനെ വെറുതെ കുട്ടി അമ്മയോട് പറയും. അത് കേട്ടാൽ മനസ്സിലാവുന്ന ആൾ ആര് മാത്രമേ ഉള്ളൂ? അമ്മ അല്ലേ. കുട്ടി കരയുന്നതിൻ്റെ ടോൺ കേട്ടാൽ അമ്മയ്ക്ക് മനസ്സിലാകും അവന് വിശന്നിട്ടാണ്, അല്ലെങ്കിൽ അവന് മൂത്രമൊഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ മലവിസർജനം നടത്തിയിട്ടാണ്, അവന് ഉറക്കം വന്നിട്ടാണ്. ഓരോ കരച്ചിലിനും ഓരോ ടോണാണ്. അത് കേട്ടാൽ ആർക്കേ മനസ്സിലാകൂ? അമ്മയ്ക്ക്. എന്ന് പറയുന്നത് പോലെ ആലംബനമാമെങ്കിലും അംബാസമമിന്നൻ, എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആർക്കേ ഉള്ളൂ? നമ്മളെപ്പോഴും പറയാം എൻ്റെ വിഷമം മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആരുമില്ല, എല്ലാവരും പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഒരാളുണ്ട്, അതാരാ? നമ്മളെങ്ങോട്ട് പറഞ്ഞു വിട്ട ആൾക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം അതുകൊണ്ട് ആ വിഷമങ്ങളൊക്കെ ഒരു കുഞ്ഞു കുട്ടിയുടെ നിരർത്ഥക ധ്വനിയായിട്ട് മാത്രമേ നീ കണക്കാക്കാവുള്ളേ ഭഗവാനെ. ഞാൻ പറഞ്ഞതിനകത്ത് ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത്യാഗ്രഹങ്ങൾ ഉണ്ടാവും. എന്നാലും അതൊക്കെ നീ ഒരു കൊച്ചുകുട്ടി പറയുന്നത് പോലെ എൻ്റെ വിഷമം ഞാൻ വേറെ എവിടെ ചെന്ന് പറയാനാ, നിനക്കല്ലേ അത് മനസ്സിലാക്കൂ. അപ്പം എൻ്റെ അംബാസമനായിട്ടുള്ള അങ്ങയോട് എനിക്ക് ആലംബനമായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയാണ്. അതൊരു കൊച്ചുകുട്ടിയുടെ നിരർത്ഥക ധ്വനിയായിട്ട് പുലമ്പലായിട്ട് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അല്ലയോ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ. ഒരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥന അല്ലേ?